പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മളെപ്പോഴും കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു, ഓരോന്നായിട്ട് ചാപ്റ്ററുകൾ ഓരോന്നായിട്ട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ സംശയം എന്താണ്? ഏത് സമയത്ത് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെ? അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. മക്കളെ, നിങ്ങൾ ഒരു ഭൂരിഭാഗം എന്ന് പറയുന്നത് ഏർലി ബേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഏർലി ബേർഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന, രാവിലെ എണീറ്റാൽ ഉറക്കം വരാതെ എത്ര സമയം വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. ഇതേപോലെ കുറച്ചു പേരെന്ന് പറയുന്നത് നൈറ്റ് ഔൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? മൂങ്ങയെ പോലെ നമുക്ക് രാത്രി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പൊ ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. വേറെ ആരും വരില്ല. നമ്മൾ വേണം നമ്മളെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരെയും കൂടെ ഒരു 3 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളാണ്. സെൽഫ് മോട്ടിവേറ്റഡ് എന്ന് പറയുമ്പം അവരോട് ആരും പറയേണ്ട ആവശ്യമില്ല ഇന്ന കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പുഷിന്റെ ആവശ്യം അവർക്കില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് അവർക്ക് യഥാർത്ഥത്തിൽ എന്തുണ്ട്? ഒരു ബോധമുണ്ട്. സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് അവർ കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്ത് ചെയ്യേണ്ട? ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ മോർണിംഗ് ടൈമാണ്. ഏർലി മോർണിംഗ് ടൈം എന്ന് ഞാൻ പറയും. അവർ ഏർലി ബേർഡ് ആവുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ഉണ്ടാവുക. അതായത് 4 മണി മുതൽ 5:30 വരെയുള്ള സമയം. നമ്മളതിന് ബ്രഹ്മമുഹൂർത്തം അതൊക്കെ പറയാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ, അതായത് പഠിച്ച കാര്യങ്ങൾ അതേപടി മനസ്സിലേക്ക് കയറ്റി വെക്കാൻ പറ്റിയ ഒരു സമയം എന്ന് അതിന് ഞാൻ വിളിക്കും. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കോളേജിന്റെ അവസാന കാലഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത് രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും അത്രയും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുമെന്നും ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു സമയം മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ പോലും അവരെന്താണ്? മോട്ടിവേറ്റഡ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്. പക്ഷേ അവർക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു പുഷിന്റെ ആവശ്യമുണ്ട്. പഠിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ പഠിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ മക്കളെ, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ സമയം എന്ന് പറയുമ്പോൾ ഈവനിങ് ടൈമാണ്. നമ്മൾ സ്കൂൾസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ്. സ്കൂൾസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിക്കോട്ടെ, പഠിച്ച കാര്യങ്ങൾക്ക് ഓർത്തെടുക്കാനായിക്കോട്ടെ, അത് ബെസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ 2 കാറ്റഗറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ ആരാ ഉണ്ടാവുക? മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം മക്കളാണ് അതിലുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്കായിട്ട് മാറ്റിവെക്കുന്നത് ആ ഒരു ഈവനിങ് അല്ല, ലേറ്റ് ഈവനിങ് ആണ്. അതായത് രാത്രി സമയം 11-12 മണി വരെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഏർലി മോർണിംഗ് എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? രാത്രി ഒരു 11-12 മണി വരെ എന്ത് ചെയ്യാം മക്കളെ? ഇതിനായിട്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇങ്ങനെ സമയങ്ങളൊക്കെ പറയുന്നു എന്ന് വെച്ചിട്ട് മക്കൾ ആരും എന്ത് ചെയ്യേണ്ട? അതേപടി യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്റ്റഡി ടൈം മക്കൾ എല്ലാവരും ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയെങ്കിലും ഡിസൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മിസ് പറയുന്ന പോലെ അതേപോലെ കോപ്പി അടിക്കാൻ വേണ്ടി ഞാൻ ആരെയും കമ്പൽ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യണം, നിങ്ങൾ ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ നിങ്ങൾ ഇപ്പം ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇതിന് പ്രോപ്പർ ആയിട്ട് ടൈം സെറ്റ് ചെയ്താൽ മാത്രം പോരാ, പഠിക്കുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ, മക്കൾ എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്ത് മാത്രം പഠിക്കുക. ഒരേ സമയം ഒരു സബ്ജക്റ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. മക്കൾ എന്ത് ചെയ്യുന്നു? ടോപ്പിക്കിനെ സ്വിച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ല ഇടയ്ക്ക് എന്ത് ചെയ്യാൻ 2-3 പ്രോബ്ലം ചെയ്യുവാണ് മാത്തമാറ്റിക്സിൽ എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് ബോർ അടിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയൊരു ട്രിക്കുകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഞാൻ പറയുവാണെങ്കിൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് +1+2 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മക്കൾക്ക് എല്ലാവർക്കും ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നൊരു സമയമാണ്. ഒരുപാട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ അഗ്നി ബാച്ചിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് റെഡിയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആൻഡ് ഇതുകൂടെ മക്കൾ എന്ത് ചെയ്യണം? പ്രോപ്പറായി ഡിസൈഡ് ചെയ്യണം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഏത് സമയത്താണ് മക്കളെ പഠിക്കാനായിട്ട് ചെലവഴിക്കുന്നത്. അപ്പൊ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നിങ്ങൾ ഏത് സമയത്താണ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ സമയം മക്കൾ എല്ലാവരും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.